നമ്മൾ സൂറത്ത് സ്വാദിൽ അതിൽ 44-ാമത്തെ ആയത്ത് വരെയാണ് ഇവിടെ വിശദീകരിച്ചു വെച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ വ ഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ വദ്കുർ ഇസ്മാഈല വൽ യസഅ വദൽ കിഫ്ൽ വകുല്ലും മിനൽ അഖ്യാർ. ഈ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ വഖുദ് ബിയദിക ദിഅഫൻ ഫദ്രിബ് ബിഹി വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇവിടെ 100 അടി അടിക്കാൻ എന്നുള്ളത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിവായത്തുകളാണ്, തഫ്സീറുകളിൽ വന്നതാണ്. അദ്ദേഹം 100 അടി അടിക്കാൻ വേണ്ടിയിട്ട് ശപഥം ചെയ്തു. അങ്ങനെ അത് ലംഘിക്കാതെ പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദഗ്സിനെ ഒരു പിടിയെടുത്തിട്ട് അതുകൊണ്ട് അടിക്കാൻ പറഞ്ഞതാണ്. തഫ്സീറുകളിൽ വന്നിട്ടുള്ള റിവായത്തുകൾ മാത്രമാണ്, തഫ്സീറുകളിൽ വന്നിട്ടുള്ള ചരിത്രപരമായ റിപ്പോർട്ടുകൾ മാത്രം. 100 അടി അടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അപ്പോൾ ഒരു കെട്ട് പുല്ലെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 100 ഉണ്ടാവും, 100-ലേറെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എന്നിട്ട് അടിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് ചരിത്ര റിപ്പോർട്ട് മാത്രമാണ്. അതും ഇവിടെ അദ്ദേഹം സത്യം ചെയ്തു അത് ലംഘിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു. പിന്നെ ഇത് ഭാര്യയുടെ വിഷയത്തിലാണ് എന്നുള്ളതൊക്കെ എന്താണ്, ചരിത്രപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മസ്അല, ഒരാൾ ഒരു താങ്ങാനാവാത്ത ശപഥം ചെയ്തു, ആ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വിടുതിക്ക് ഇങ്ങനെ പ്രയോഗിക്കാമോ എന്നുള്ളതാണ്. മനസ്സിലായി? അതിപ്പോൾ ഇനി ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു താങ്ങാനാവാത്ത സത്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതൊരു കുതന്ത്രത്തിൻ്റെ ഭാഗമല്ല. മനസ്സിലായി? ഇപ്പോൾ പറ്റ ശരീരം സൂക്ഷിച്ച ദുർബലനായ ഒരു വ്യക്തി 100 അടി അടിക്കേണ്ട ഒരു അപരാധം ചെയ്ത് അപ്പോൾ അയാൾ ഒരടി അടിച്ചാൽ തന്നെ അയാൾ എല്ല് മുറിയുന്നുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകളുടെ വിഷയത്തിൽ ഇതേപോലെ അടിച്ച് അതിൽ നിന്ന് അയാളെക്കുള്ള പ്രായശ്ചിത്താക്കാൻ പറ്റുമെന്നുള്ള വിഷയം പല ഫുഖഹാഇൻ്റെ അടുക്കലും പരിഗണനയാണ്. അതിലൊരു കുതന്ത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് പാടുള്ളതല്ല. അതേസമയം ഇതൊരു കുതന്ത്രത്തിൻ്റെ വിഷയമല്ല. വദ്കുർ ഇബാദന, വദ്കുർ താങ്കൾ ഓർക്കുകയും ചെയ്യുക, ഇബാദന നമ്മുടെ ദാസന്മാരെ. ആരാണ് ആ ദാസന്മാർ? ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യാഖൂബ്. ഇവിടെ ഈ വദ്കുർ എന്നുള്ളത് അതിൻ്റെ ബന്ധം നമ്മൾ പറഞ്ഞേ, വദ്കുർ അബ്ദന ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്. അവിടേക്കാണ് അതിൻ്റെ ബന്ധം. വഹ്ജുർ അലാ മാ യഖൂലൂൻ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക ചിന്ത ഉണർത്തുന്ന സംസാരം നടത്തിയപ്പോൾ അവർ റസൂലുള്ളാഹിനെ പരിഹസിച്ചും കളവാക്കിയിട്ടും റബ്ബന അജ്ജിൽ ലന ഖിത്തന, ഞങ്ങളുടെ പരലോകത്തെ ശിക്ഷ നീ വൈകിപ്പിക്കണ്ട, അത് ഞങ്ങൾക്ക് വേഗം കൊണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കുന്ന ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരിഹാസികളുടെ മുമ്പിൽ ക്ഷമ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് വദ്കുർ അബ്ദന. അവർ പറയുന്ന ഈ കളിയാക്കൽ, അവരുടെ വർജ്യമായ വർത്തമാനങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വദ്കുർ അബ്ദന ദാവൂദ് എന്ന് പറഞ്ഞു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സ്മരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയപ്പെടുകയുണ്ടായത്. പിന്നെ ഇവിടെ വദ്കുർ അബ്ദന അയ്യൂബ ഇദ് നാദാ റബ്ബഹു. പിന്നെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ക്ഷമയുടെ ഏറ്റവും നല്ല ഒരു ചരിത്രമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ ഓർക്കാൻ പറഞ്ഞു. പിന്നെ ക്ഷമയുടെ വിഷയത്തിൽ അനുകരണീയമായ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അതാണ് വദ്കുർ ഇബാദന വദ്കുർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷമയുടെ മാതൃക കാണാൻ ഓർക്കാൻ പറയുകയാണ്. ഇബാദന നമ്മുടെ ദാസന്മാരായ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യാഖൂബ്. ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യാക്കൂബിനെയും. ഇബ്രാഹിം ക്ഷമയിൽ എങ്ങനെയാണ് മാതൃക, എങ്ങനെ നമുക്ക് പറയാം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ അംബിയ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അദ്ദേഹം മഹത്തായ ചരിത്രങ്ങളുള്ള മഹാവ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തഫ്സീറുകളിൽ വായിക്കുമ്പോൾ അദ്ദേഹം BC-യിൽ
1996 ഇറാഖിലെ ഓർ എന്ന് പറയുന്ന ഓർ അൽ കെൽദാനീൻ എന്ന് പറയും നാട്ടിൽ ഭൂജാതനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് കടുത്ത പരീക്ഷണങ്ങൾക്കും യാതനകൾക്കും വിധേയമായ ചരിത്രം അത് പലതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ട പല ചരിത്രങ്ങൾ. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ സൂറത്ത് സാഫാത്തിൽ നമ്മളിനി വായിക്കും. വിഗ്രഹങ്ങളുടെ വാക്താക്കൾ അദ്ദേഹത്തിന് നേരെ ഫഅഖ്ബലു അലൈഹി യസിഫൂൻ എന്നാണ്. ഒന്നായിട്ട് ഇരച്ചു വന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, അതഅ്ബുദൂന മാ തൻഹിതൂൻ, നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നവയാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എന്നിട്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നതിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്താ? ഇബ്നു ലഹു ബുനിയാനൻ വഅൽഖൂഹു ഫിൽ ജഹീം എന്നാണ്. ഇബ്നു ലഹു ബുനിയാനൻ, ഇബ്രാഹീമിനെ ശിക്ഷിക്കാൻ ഒരു എടുപ്പ് തീച്ചൂളയായി ഉണ്ടാക്കാൻ പറയാണ്. തീച്ചൂള. അപ്പോൾ നോക്കി അവരൊരു ചൂള ഒരുക്കി. എന്നിട്ട് പറയുന്നത് വഅൽഖൂഹു ഫിൽ ജഹീം എന്നാണ്. ജഹീമിൽ ഇബ്രാഹീമിനെ എറിയാനാണ്. ജഹീം എന്ന് ഒരു തീന് പറയണമെങ്കിൽ എത്ര ഉഗ്ര തീയായിരിക്കും, മനസ്സിലായി? അതുകൊണ്ടാണ് ഇവർ തീച്ചൂള ഒരുക്കി അതിൽ ഉഗ്രമായ തീ ഒരുക്കിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ബന്ധിച്ച് വിവസ്ത്രനാക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, എറിയണത്. വിവസ്ത്രനാക്കി അദ്ദേഹം എറിയപ്പെട്ടത് കാരണത്താലാണ് പിന്നെ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആദരവ് നൽകിയിട്ട് അദ്ദേഹത്തിനാണ് അവ്വലും യുക്സ യൗമൽ ഖിയാമ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് ആദ്യമായിട്ട് പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വസ്ത്രം ധരിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിനുള്ള ഈ ഒരു വിഷയത്തിലുള്ള ഒരു പ്രതിഫലം കൂടിയാണ്. ഏതായാലും അവർ അദ്ദേഹത്തെ തെറ്റാലിയിലാണ് ബന്ധിച്ചിട്ട് വിവസ്ത്രനാക്കിയിട്ട് എറിയുന്നത്, മനസ്സിലായ? അപ്പോൾ അദ്ദേഹം തീർത്തും ക്ഷമാലുവായിട്ടാണ് എന്ത് ചെയ്യണത്, അള്ളാഹുവിൽ ആശ്രിതനായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. നമ്മൾ ഈ തഫ്സീറുകളിൽ വായിക്കും, പിന്നെ ആ തീച്ചൂളയിലേക്ക്, അത്ര ഉഗ്രമായ തീയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എറിയപ്പെട്ടപ്പോൾ മലക്ക് മീക്കായിൽ കാതു ഉറപ്പിക്കുകയായിരുന്നു എന്നാണ്. അള്ളാഹു മഴ വർഷിപ്പിക്കാൻ, ആ ചൂളക്ക് നേരെ മഴ വർഷിപ്പിക്കുവാൻ അള്ളാഹു തന്നോട് പറയുമോ എന്ന് പിന്നെ ഓർത്ത് മലക്ക് മീക്കായിൽ കാതു ഉറപ്പിച്ചാണ്. മീക്കായിലാണല്ലോ മഴയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്ക്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിൻ്റെ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംരക്ഷണം ആ മലക്കിന് പോലും ഏൽപ്പിച്ചില്ല. പിന്നെ വഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംരക്ഷണം ഏറ്റ് തീയിനെ തണുപ്പാകുവാനും സമാധാനമാകുവാനും വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ് ചെയ്തത്, മനസ്സിലായില്ലേ? പിന്നീട് ഈ തീച്ചൂളയിൽ തീ അണഞ്ഞ് അതിൻ്റെ പിന്നെ എല്ലാ ചൂടും പിന്നെ കെട്ടതിന് ശേഷമാണ് ഇവർ വന്ന് നോക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിക്കുകയായിരുന്നു എന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പ ആസർ വരെ പിന്നെ ഈ ഒരു വിഷയത്തിൽ അത്ഭുതപ്പെട്ടു എന്നും നിഅമർ റബ്ബു റബ്ബുക യാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങളുടെ റബ്ബ് എത്ര നല്ല റബ്ബാണെന്ന് പ്രതികരിക്കുകയും ചെയ്തൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. ഏതായാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പിന്നെ സുരക്ഷ മനസ്സിലായില്ലേ? അതിനപ്പുറം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമയുടെ വിഷയം പഠിക്കാനാണല്ലോ ഇവിടെ നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വായിക്കുന്നത്. ഇതേപോലെ പല പിന്നെ വിഷയങ്ങൾ ഇപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടും വരുമ്പോൾ നമുക്കതിൽ ചില ചരിത്രങ്ങളുണ്ട്. ഏതായാലും വദ്കുർ ഇബാദന ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഓരോന്ന് അദ്ദേഹം ഇപ്പോൾ ഈ കെൽദാനികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. കെൽദാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ബാബിലോണിയയിലും ഇറാഖിലും വസിച്ചിരുന്നത്. കെൽദാനികളുടെ നാടായ ഊർ എന്ന് പറയുന്ന നാട്ടിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂജാതനാകുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. പക്ഷേ ഈ ഊർ അൽ കെൽദാനീൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന്, കെൽദാനികൾ ശരിക്കും യമനികളാണ്, പിന്നെ അവർ പലായനം ചെയ്ത് ഇറാഖിലേക്ക് വന്നതാണ്. അദ്ദേഹം അവിടുന്ന് ഹിജറ പോകേണ്ടി വരികയാണ്. എവിടേക്ക്? കനാനികളുടെ നാട്ടിലേക്ക്. കനാനികളുടെ നാടായ ഹൊറാൻ, അവിടെയാണ് പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആശ്രിതനാകുന്നത്. പിന്നെ അവിടുന്ന് അദ്ദേഹത്തിന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന്, പലപ്പോഴും അദ്ദേഹത്തിന് മക്കയിലേക്ക് പിന്നെ വരേണ്ടി വന്ന്, പിന്നെ വലിയ പരീക്ഷണങ്ങളുടെ ഒരു പിന്നെ നിരയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. അതിലൊക്കെ അദ്ദേഹം പിന്നെ ക്ഷമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാപ്പ ആസർ അല്ലേ, ഇബ്രാഹിം ഇബ്നു താറഹ് എന്നാ പറയാം ചരിത്രത്തിൽ. ഇബ്രാഹിം ഇബ്നു താറഹ്, ഹാറാൻ ഇബ്നു താറഹ്, ഹാറാൻ ഇബ്നു താറഹ്, താറഹിൻ്റെ മകനാണ് ഹാറാൻ, ഇബ്രാഹിമിനെ പോലെ. ഇബ്രാഹിമിൻ്റെ സഹോദരനാണ്
ഹാറാൻ്റെ മകനാണ് ലൂത്ത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരൻ ഹാറാൻ്റെ മകനാണ്. മനസ്സിലായി? ലൂത്തും ഇബ്രാഹിമും അലൈഹി വസ്സലാം ഒപ്പാണ് ഉണ്ടായിരുന്നത്. കെൽദാനികളുടെ നാട്ടിൽ നിന്ന്, ഓറിൽ നിന്ന് അവർ രണ്ടുപേരും കനാനിലേക്ക് പോയി. പിന്നെ കനാനിൽ നിന്നാണ് എന്ത് ചെയ്യണത്, പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സദൂമിലേക്ക് പോകുന്നത്. സദൂമിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വിട്ട് സദൂമിലേക്ക് പോകുന്നത്. പിന്നെ സദൂമിൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി അവരോധിക്കപ്പെട്ടു. പിന്നീട് ആ സദൂം നിവാസികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പലായനം ചെയ്യാൻ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല ആസർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലേ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു ഇദ് ഖാല ഇബ്രാഹിം ലി അബീഹി ആസർ, ആസർ താറഹ് രണ്ടും എന്താണ്, ഒരാളുടെ പേരാണ്. പക്ഷേ കെൽദാനികളുടെ നാട്ടിൽ താറഹ് എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ഇവർ താമസം മാറിയപ്പോൾ കനാനിൽ അവരുടെ ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത്, ആസർ എന്ന് പറയുന്നത്. രണ്ടും ഒരാളാണ്. ആസർ താറഹ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. ഈ കനാനികളുടെയും കെൽദാനികളുടെയും നാട്ടിൽ മാറി മാറി താമസിച്ചപ്പോൾ രണ്ടു കൂട്ടരുടെയും വിളിയിൽ വന്ന വ്യത്യാസം അതാണ് പിന്നെ അവിടെ നമ്മൾ വായിക്കുന്നത്. ആസർ താറഹ് എന്നീ പേരുകളിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എത്ര മക്കളാണ്? 2 മക്കൾ, ഇസ്മായിൽ, ഇസ്ഹാഖ് അല്ലേ. പക്ഷേ ബൈബിളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ ഖത്തൂറ എന്ന് പറഞ്ഞൊരു ഭാര്യയും പറയപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൻ്റെ വായനയിൽ ഖത്തൂറ എന്നും തഫ്സീറുകളിൽ ഖത്തൂറ എന്നും പറയും. എന്നൊരു ഭാര്യയുണ്ട്. സാറായുടെ മരണശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചൊരു മഹദിയാണ് പിന്നെ ഈ ഖത്തൂറ അല്ലെങ്കിൽ ഖത്തൂറ എന്ന് പറയുന്ന മഹദി. അതിൽ 6 മക്കൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ വവസ്സാ ബിഹി ഇബ്രാഹിം ബനീഹി വയാഖൂബ്, വവസ്സാ ബിഹി ഇബ്രാഹിം അതുകൊണ്ട് വസീയത്ത് ചെയ്തു ബനീഹി തൻ്റെ മക്കളെ എന്നാണ്. ബനീൻ എന്ന് പറഞ്ഞാൽ മക്കളെന്നാണ്. മനസ്സിലല്ലേ? അക്കല്ലുൽ ജമ്മ 2 ആണെങ്കിലും 2ന് ജമ്മ ഏറ്റവും ചുരുങ്ങിയ എണ്ണാണെങ്കിലും അവിടെ ഈ ബനീഹി എന്ന് പറഞ്ഞപ്പോൾ കുറേ മക്കളിലേക്കുള്ള സൂചന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തഫ്സീറുകളിൽ ഈ മക്കളെ പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇസ്മായിലും ഇസ്ഹാഖും അല്ലാതെ ഉള്ള മക്കൾ, അതിൽ മദായിൻ, മദാൻ, അതേപോലെ ഇഖ്ഷാഖ്, അതേപോലെ സുമ്രാൻ അല്ലെങ്കിൽ സിമ്രാൻ, അതേപോലെ ബിഷ്ബാഖ്, ഷൂഹ്, ഇങ്ങനെ 6 മക്കൾ ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളായിട്ട് നമ്മൾ പിന്നെ തഫ്സീറുകളിൽ വായിക്കും. വലിയൊരു ചർച്ച ഇവരെക്കുറിച്ച് ബൈബിളിലൊന്നും കാണൂല. പക്ഷേ ഈ പിന്നെ ഭാര്യനെക്കുറിച്ചുള്ള പരാമർശം നന്നായിട്ടുണ്ട്. ഖത്തൂറയെക്കുറിച്ചുള്ള വർത്തമാനം. ഖത്തൂറയിലാണ് 6 മക്കൾ. മദായിൻ, മദാൻ, ഇഖ്ഷാഖ്, പിന്നെ സിമ്രാൻ, ബിഷ്ബാഖ്, ഷൂഹ്, ഇങ്ങനെ 6 മക്കൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ പ്രസിദ്ധരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അതാണ് ഇസ്ഹാഖ്, ഇസ്മായിൽ. ഇവിടെ വദ്കുർ ഇബാദന ഇബ്രാഹിം, നമ്മുടെ ദാസന്മാർ, അബദ് ഇബാദ്, ആ ദാസന്മാരെ ഓർക്കുകയും ചെയ്യുക. ആ ദാസന്മാരാണ് ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാഖൂബ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഇബ്രാഹിം എന്നുള്ള പേരിനർത്ഥം കെൽദാനികളുടെ ഭാഷയിൽ അബുൻ റാഹിം അല്ലെങ്കിൽ അബുർ റഹീം എന്നാണ്, കരുണാമയനായ പിതാവ് എന്നാണ്. കനാനികളുടെ ഭാഷയിലേക്കാകുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഒക്കെ ഭാഷയിൽ ഈ ഇബ്രാഹിം അതിന് കുറേ സമുദായങ്ങളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്, കുറേ ജനസഞ്ചയങ്ങളുടെ പിതാവ് എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം എന്നുള്ള പദത്തിൻ്റെ ഒരു ആശയം. അബൂശാമ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ ഈ പേരിൻ്റെ പല എന്താണ് പറയുക പിന്നെ വകഭേദങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം ഇബ്രാഹിം, അബ്രാഹാം, ഇബ്രാഹൂം, പിന്നെ ഈ യാ ഇല്ലാതെ ഇബ്രാഹിം, ഇബ്രാഹാം, ഇബ്രാഹൂം, ഇങ്ങനെയൊക്കെ പല പിന്നെ ഇതിനുള്ള വകഭേദങ്ങൾ പിന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതൊക്കെ എടുത്തിട്ട് ഉദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പല ജനങ്ങളിൽ അതെങ്ങനെ പല രീതിയിൽ വായിക്കപ്പെടാനും പറയപ്പെടാനും ഒക്കെ കാരണം എല്ലാ ആളുകളിലുമുള്ള സ്വീകാര്യത എന്നുള്ളതായിരുന്നു. ശരിയാണ്, എല്ലാവരും യഹൂദന്മാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ഞങ്ങളുടേതാണെന്ന് പറയും, നസാറാക്കൾ പറയും, അറബികൾ, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ ഞങ്ങൾ ഇബ്രാഹിമിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇന്ന ഔലന്നാസ് ബി ഇബ്രാഹിം അല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും കടപ്പെട്ടവരും ബാധ്യതയുള്ളവരും അർഹപ്പെട്ടവരും ഈ പ്രവാചകനും അദ്ദേഹത്തെ അനുധാവനം ചെയ്തവരും ഈ പ്രവാചകനും വിശ്വാസികളാണ് എന്ന് പറയില്ലേ. മാക്കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പിന്നെ യഥാർത്ഥത്തിൽ ആരുടെ നേതാവാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ആരാണ്? അവരുടെ പിന്നെ നേതാവാണ് എന്നുള്ള അർത്ഥമൊക്കെ പറയുമ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ സമുദായങ്ങൾക്കും ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള ആ ഒരു ബന്ധം അതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ഏതായാലും വദ്കുർ ഇബാദന ഇബ്രാഹിം വ ഇസ്ഹാഖ്. ഇസ്ഹാഖ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു മകനാണ്. മൂത്ത മകൻ ഇസ്മായിൽ, പക്ഷേ രണ്ടാമത്തെ മകനാണ് ഇസ്ഹാഖ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആരിലാണ് ഇസ്ഹാഖ് ഉണ്ടായത്? സാറ അലൈഹിസ്സലാമയിൽ, സാറ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ. അതേപോലെ യാക്കൂബ്, ഇസ്ഹാഖിനെയും യാക്കൂബിനെയും ഓർക്കാൻ പറയണം. ക്ഷമയുടെ വിഷയത്തിൽ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ വലിയ ചരിത്രങ്ങൾ വായിക്കുന്നില്ല, പക്ഷേ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. അതെവിടെ വായിക്കണേ? ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്താൻ. ഫസബുറുൻ ജമീൽ, നന്നായി ക്ഷമിക്കുക തന്നെ എന്ന് പറയുന്നുണ്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അതെവിടെയാണ്? അദ്ദേഹത്തിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നെ ആ പുത്രവിയോഗത്താൽ കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണ് വെളുത്തുപോയി. പിന്നെ വ അസഫ അല യൂസുഫ് വബിയദ്ദത് ഐനാഹു എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ പരീക്ഷണം കടുത്ത്, പക്ഷെ അദ്ദേഹം അതിൽ ക്ഷമാപൂർവ്വം നിലകൊണ്ട വിഷയത്തിലാണ്. ഇസ്ഹാഖും യാക്കൂബും നബിമാരാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ നബിയൻ റസൂല എന്നിവർ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവർ നബിമാരാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിനെ എത്തിക്കുന്ന, അതിനെ പൂർത്തീകരിക്കുന്ന നബിമാരായിരുന്നു ഇസ്ഹാഖും യാക്കൂബും. വദ്കുർ ഇബാദന ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യാക്കൂബ്. യാക്കൂബിന് മറ്റൊരു പേരുണ്ട്, എന്താ? ഇസ്രായേൽ. ഇസ്രായേൽ അബ്ദുള്ള എന്ന അർത്ഥത്തിൽ ഇസ്രായേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെക്കുറിച്ച് പറയാണ് ഉലിൽ ഐദി വൽ അബ്സാർ. ഐദി എന്ന് പറഞ്ഞാൽ എന്താ? യദുൻ, ഐദി പറഞ്ഞാൽ കൈകൾ. അബ്സാർ എന്നുള്ളത് ബസർ. അബ്സാർ എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ. ഉലിൽ ഐദി വൽ അബ്സാർ. ഉലി എന്ന് പറഞ്ഞാൽ ഉള്ളവർ എന്നുള്ള അർത്ഥത്തിൽ. ഉലിൽ ഐദി വൽ അബ്സാർ. അബ്സാറും ഐദിയും ഉള്ളവർ എന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രവാചകന്മാർ ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറഞ്ഞെങ്കിൽ അതൊരു പ്രയോഗമാണ്. അവിടെ ഉദ്ദേശം ഉലിൽ ഐദി എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഉലുൽ ഖുവ്വ, ശക്തിയുള്ളവർ, കരുത്തുള്ളവർ. കരുത്തെന്തിനാ? ഇബാദത്തെടുക്കാൻ, പിന്നെ അമൽ എടുക്കാൻ. ചിലർ പറഞ്ഞത് ഇവിടെ ഉലുൽ ഐദി എന്ന് പറഞ്ഞെങ്കിൽ ഉലുൽ അമലി സാലിഹ് വൽ ഇൽമുൻ നാഫിഅ. അബ്സാർ എന്ന് പറഞ്ഞാൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. ഐദി എന്ന് പറഞ്ഞെങ്കിൽ അൽ അമലു സാലിഹ്, സൽപ്രവൃത്തി. അപ്പോൾ ഉലുൽ ഐദി, ഈ പ്രവാചകന്മാർ ഉലുൽ ഖുവ, ശക്തന്മാരായിരുന്നു, ശക്തിയുള്ളവരായിരുന്നു. അവരുടെ ശക്തി ഇബാദത്തെടുക്കുന്ന വിഷയത്തിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിലും ശക്തന്മാരായിരുന്നു അവർ. അതാണ് ഉലുൽ ഐദിയുടെ ഉദ്ദേശം. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞ ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ ഉലിൽ അമലി സാലിഹ്, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു. കരുത്തെന്തിനാണ്? ശക്തി എന്തിനാണ്? കർമാനുഷ്ഠാനങ്ങൾക്കാണ്. അപ്പോൾ അതുള്ളവരായിരുന്നു അവർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉലിൽ ഐദി പ്രയോഗിച്ചത് എന്നാണ്. വൽ അബ്സാർ. എന്താ ഈ വൽ അബ്സാർ? അബ്സാർ നമ്മൾ പറഞ്ഞു, പിന്നെ ബസർ കാഴ്ച, അബ്സാർ കാഴ്ചകൾ. അവിടെ ഉദ്ദേശം അൽ ഫഹം, ഗ്രാഹ്യതയാണ്. അതേപോലെ ബസീറത്തിൻ്റെ കാഴ്ചയാണ്. ബസീറത്തിൻ്റെ കാഴ്ച എന്താ ബസീറത്ത്? ബസീറത്ത് അകക്കാഴ്ചയാണ്. ഐനുൽ റഅസും ഉണ്ട്, ഐനുൽ അഖലും ഉണ്ട്.
ഐനുർ റസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണ്, ഐനുൽ അഖ്ല അതാണ് തലച്ചോറിൻ്റെ കാഴ്ച, മനസ്സിലായില്ലേ? തലച്ചോറ് കൊണ്ടുള്ള കാഴ്ചയാണ് ഉദ്ദേശം. ചിലർ പറഞ്ഞത് വൽ അബ്സാർ എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിയ, ഉപകാരപ്രദമായ അറിവ്. അമലും സാലിഹും ഉണ്ട്, പിന്നെ ഇൽമുൻ നാഫിയും ഉണ്ട്. ഇൽമുൻ നാഫിയാണ് ഇവിടെ ഉദ്ദേശം. വൽ അബ്സാർ, കർമ്മങ്ങൾ വേണം, സൽക്കർമ്മങ്ങൾ. ഇബാദത്ത് എടുക്കുവാൻ കരുത്ത് വേണം, അമലെടുക്കുവാൻ കരുത്ത് വേണം. അതേപോലെ തന്നെ എന്ത് വേണം? കാഴ്ച വേണം. പുറമേക്കുള്ള കാഴ്ചയല്ല, പിന്നെ ഐനുർ റസ് കൊണ്ടുള്ള കാഴ്ചയല്ല, പിന്നെ ഐനുൽ അഖ്ൽ കൊണ്ടുള്ള കാഴ്ചയാണ് വേണ്ടത്. ആ കാഴ്ച ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഫഹം. എന്തിന് ഫഹം? മനസ്സിലാകേണ്ടത് നുസൂസുകൾ, പ്രമാണങ്ങൾ, അതേപോലെ തന്നെ വഹ്യുകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഉൾക്കാഴ്ച, ഉപകാരപ്രദമായ അറിവ്. നമുക്ക് പിന്നെ കണ്ണുകൊണ്ടുള്ള കാഴ്ച, കൽബുകൊണ്ടുള്ള കാഴ്ച, രണ്ട് കാഴ്ച ഉണ്ടല്ലോ. കൽബുകൊണ്ടുള്ള കാഴ്ച അല്ലെങ്കിൽ മനുഷ്യന്മാർ പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൂടേറിയ ചർച്ച ഉണ്ട്, മനസ്സിലല്ലേ? ചില ആളുകളുടെ തലച്ചോറിൻ്റെ മുന്നിലാണ് നാവ് എങ്കിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ. പണ്ഡിതന്മാർ പറയാറുണ്ട്, നാവിനെ തലച്ചോറിൻ്റെ പിന്നിൽ നിർത്തണം, ആലോചിച്ചിട്ട് പിന്നെ നാവിനിറക്കി സംസാരിക്കണം. അതില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? സ്ഖലിതങ്ങളാണ്, പിന്നെ അബദ്ധങ്ങളാണ്. അതിനാൽ നാവിനുള്ള അപകടങ്ങളാണ്. കുറേ കാലം നമ്മൾ അറിയില്ലേ, വൈകുന്നേരമോളം വെള്ളം കോരി വൈകുന്നേരം കൊടട്ട് കൊടുക്കാറുണ്ടല്ലേ? അതേപോലെയാണ് കുറേ കാലങ്ങൾ കുറേ സേവനങ്ങൾ ചെയ്ത് കുറേ അധ്വാനങ്ങൾ ചെയ്ത് അത് മുഴുവൻ ബാത്തലാക്കാൻ എന്ത് മതി? നാവിൻ്റെ ഒരു അന്തല്ലാത്ത പ്രയോഗം മതി. നമ്മുടെ നാട്ടിൽ പണ്ടൊരു പണ്ഡിതൻ, പേര് പറയുന്നത് പ്രസക്തമല്ല, പറയാനും പാടില്ല, അയാൾ കുറേ പിന്നെ ഈ സാമൂഹിക പ്രവർത്തകനാണ്. കുറേ ആളുകളെ, അംഗവൈകല്യമുള്ളവരെ, അതേപോലെ ഡംബ്, ബ്ലൈൻഡ്, ഇങ്ങനെയുള്ള ഒക്കെ വൈകല്യങ്ങളുള്ള ആളുകൾക്കൊക്കെ കുറേ പിന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ കുറേ സേവനങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അതല്ലേ. പക്ഷേ അയാളുടെ ഒരു പ്രയോഗം ഒരിക്കൽ അതൊരു വലിയ വാർത്തയായി, പ്രശ്നമായി. പിന്നെ ഞാൻ പാൽ കുടിക്കും, നിങ്ങളൊക്കെ കഞ്ഞിന് വെള്ളം കുടിച്ചാൽ മതി എന്നൊരു പ്രയോഗം അദ്ദേഹത്തിൽ നിന്ന് വന്നു. അത് കാരണത്താൽ അദ്ദേഹം എന്ത് ചെയ്തു? വ്യാപകമായി വിമർശിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്നെ വലിയ സേവനങ്ങൾ ചെയ്ത ആളാണ്. പിന്നെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിലവും കാര്യങ്ങളും അതൊക്കെ വലിയ അധ്വാനമാണ്. അല്ലേ, ദീർഘകാല ആ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. മരിച്ചുപോയി, അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് വന്ന ഈ ഒരു പ്രയോഗം കാരണത്താൽ എന്ത് ചെയ്തു? അദ്ദേഹം വളരെ ശക്തമായിട്ട് നിരൂപിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും, പിന്നെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അങ്ങോട്ട് ഒന്നുമല്ലാതാക്കിയൊരു അവസ്ഥ പിന്നെ ഉണ്ടായി. ഞാൻ ഇപ്പോൾ ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടല്ലോ, ഇന്ന് അനുഭവിച്ചോന്ന് പറഞ്ഞേ. അപ്പോൾ അത് ഓർത്ത് പിന്നെ വന്നു പോയതാണ്. കുറേ സേവനങ്ങൾ ചെയ്ത് കുറേ പ്രശ്നങ്ങൾ തീർത്ത ആളുകളായിരിക്കും, പക്ഷേ ഒരു പിന്നെ വാക്ക് അതിനാൽ ഒന്നായിട്ട് കൊടട്ടൊടുക്കുക എന്ന് പറഞ്ഞ മാതിരിയുള്ള വിഷയം ചരിത്രത്തിൽ അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ വായിക്കും. ഏതായാലും നമ്മളുടെ ഇതുണ്ടല്ലോ, ഈ ഉലിൽ ഐദി വൽ അബ്സാർ എന്നുള്ളിടത്ത് പിന്നെ ശാരീരികമായിട്ടുള്ള കരുത്തും ഒപ്പം അകക്കണ്ണിൻ്റെ കാഴ്ചയും, കണ്ണിൻ്റെ കാഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല പിന്നെ ചിന്തകൾ, നല്ല സംസാരങ്ങൾ, നല്ല അവതരണങ്ങൾ, ഇതൊക്കെ സമ്മാനിക്കും. ഇപ്പോൾ ഈ പിന്നെ നബിമാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഉലിൽ ഐദി വൽ അബ്സാർ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. ഇന്നാ തീർച്ചയായും നാം, അഖ്ലസ്നാഹും എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരെ നാം ഖാലിസീങ്ങളാക്കി. ജഅൽനാഹും ഖാലിസീൻ, അവരെ നാം ഇഖ്ലാസുള്ളവരാക്കി, നിഷ്കളങ്കരാക്കി. അല്ലെങ്കിൽ ഇന്ന അഖ്ലസ്നാഹും എന്ന് പറഞ്ഞാൽ ഇന്ന സ്തഫൈനാഹും, നാം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ബിഖാലിസത്തിൻ ദിക്റദ്ദാർ, ബിഖാലിസത്തിൻ, ഖാലിസത്ത് കാരണത്താൽ. ഇന്ന അഖ്ലസ്നാഹും, തീർച്ചയായും നാം അവരെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവരെ നാം ഖാലിസീങ്ങളാക്കി, നിഷ്കളങ്കരാക്കി. ബിഖാലിസത്തിൻ, ഖാലിസത്ത് കാരണത്താൽ.
എന്താ ഈ ഖാലിസത്ത്? അത് ദിക്റദ്ദാർ, ദിക്റദ്ദാർ പരലോകത്തെ ഓർക്കലാണ്. പരലോകത്തെ ഓർക്കലാണ്. പരലോകത്തെ ഓർക്കുക എന്നുള്ള ഖാലിസത്ത് കാരണത്താൽ ഇന്ന അഖ്ലസ്നാഹും, നാം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു, നാം അവരെ ഖാലിസീങ്ങളാക്കി എന്നാണ് ആ പ്രയോഗം. അതതിൻ്റെ വിശദീകരണം തഫ്സീറുകളിൽ വന്നത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബിമാരെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ, അള്ളാഹ്ക്ക് വഴിപ്പെടാൻ, പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിൻപറ്റാൻ, വിരോധങ്ങളെ വെടിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ എന്ത് ചെയ്തു? ആ വിഷയത്തിൽ ഖാലിസീങ്ങളാക്കി. കാപട്യമല്ലാതെ, കളങ്കമില്ലാതെ ഇബാദത്തെടുക്കാൻ, അള്ളാഹ്ക്ക് വഴിപ്പെടാൻ, പിന്നെ അള്ളാഹിൻ്റെ കൽപ്പനകളെ പിൻപറ്റാൻ, വിരോധങ്ങളെ വെടിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ യോഗ്യരാക്കി, പ്രാപ്തരാക്കി. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇബാദത്തെടുക്കാൻ, അതേപോലെ തന്നെ അള്ളാഹ്ക്ക് വഴിപ്പെടാൻ, കൽപ്പനകളെ പിൻപറ്റാൻ, വിരോധങ്ങളെ വിട്ടു നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഖാലിസീങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ, കാപട്യമില്ലാത്ത നിഷ്കളങ്കരാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്ന്. ആ വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതെന്തുകൊണ്ടാണ്? ബി ഖാലിസത്തിൻ, അവരുടെ ഖാലിസത്ത് കൊണ്ടാണ്. അവരുടെ ഖാലിസത്ത് നിമിത്തലി ബാബാവ് സബബിയ എന്ന് പറയും. അതെന്താ? അവർ ഈ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ആരാധനകൾ നിർവഹിക്കുമ്പോൾ അവരുടെ ചിന്ത മുഴുവൻ, അവരുടെ ഓർമ്മ മുഴുവൻ എന്തായിരുന്നു? അദ്ദാർ, ദുനിയാവായിരുന്നില്ല, പിന്നെ പരലോകമായിരുന്നു. അപ്പോൾ ദിക്റദ്ദാർ, പരലോക ചിന്ത, പരലോക സ്മരണ, അത് അവരിൽ ഖാലിസത്തായിരുന്നു. സത്യസന്ധമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു, നിഷ്കപടമായിരുന്നു. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം അവരെ അഖ്ലസ്നാഹു, പ്രത്യേകം തിരഞ്ഞെടുക്കുകയുണ്ടായി. അല്ലെങ്കിൽ അവർ ഇബാദത്തെടുക്കുവാൻ, പുണ്യം ചെയ്യാൻ, കൽപ്പനകൾ ശിരസ വഹിക്കാൻ, വിരോധങ്ങൾ വിട്ടു നിൽക്കുവാൻ നിഷ്കളങ്കമായ അവസ്ഥയിൽ നാം അവരെ ആക്കി തീർക്കുകയുണ്ടായി എന്നുള്ളതാണ്. മാലിക് ബിൻ ദീനാർ പറയാണ്, പിന്നെ ഹുബ്ബുദ്ദുന്യ അതേപോലെ വദിക്റുഹ, ദുനിയാവിനെ ഓർക്കുക, ഇത് അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരി മാറ്റി. എന്നിട്ട് ഹുബ്ബുൽ ആഖിറ, ദിക്റുൽ ആഖിറ, പരലോകത്തെ സ്നേഹിക്കുക, പരലോകത്തെ ഓർക്കുക, ഇത് അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു കൊടുത്തു എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ ദുനിയാവിനോടുള്ള പ്രേമവും അതിനെ ഓർത്തുകൊണ്ടിരിക്കലും അത് അള്ളാഹു അവിടുന്ന് ഒഴിവാക്കിയിട്ട് പരലോകത്തെ ഓർക്കാനും പരലോകത്തെ സ്നേഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രാപ്തരാക്കി. അതാണ് ഇന്ന അഖ്ലസ്നാഹു. അതെന്തുകൊണ്ട്? ബി ഖാലിസത്തിൻ ദിക്റദ്ദാർ, അവർക്ക് അവരുടെ കർമ്മങ്ങളിൽ പരലോകമായിരുന്നു എയിം, ലക്ഷ്യം. അവർ ദുനിയാവിനെ കാക്ഷിച്ചില്ല. അവർ ആഖിറത്തിലെ വിജയം, ആഖിറത്തിലെ സ്വർഗം, ഇത് അവർ നിഷ്കളങ്കമാക്കി. അപ്പോൾ അത് കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ഒരു പ്രതിഫലം നൽകിയത് എന്നാണ് സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞത്. ഇന്ന അഖ്ലസ്നാഹും ബി ഖാലിസ ദിക്റദ്ദാർ, ദിക്റദ്ദാർ എന്ന് പറഞ്ഞാൽ ദിക്റൽ ജന്ന, സ്വർഗം ഓർക്കുക എന്നതിൽ അവർ നിഷ്കളങ്കരായി. എല്ലാത്തിലും സ്വർഗത്തെ ഓർക്കുക എന്നതായിരുന്നു അവർ അമലുകൾ എടുക്കുമ്പോഴൊക്കെ അവരുടെ ചിന്ത. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ലസ്നാഹും എന്ന് പറഞ്ഞെങ്കിലാണ് സ്വർഗത്തിന് വേണ്ടിയിട്ട് അവരെ പ്രത്യേകം അല്ലാഹു തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സ്വർഗത്തിന് വേണ്ടിയിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ആളുകളെ കാണുമ്പോഴെല്ലാം പരലോക ചിന്ത ഉണർത്താനും പരലോക ചിന്തയെ ഓർമ്മിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നൊക്കെ ഇതിന് തഫ്സീർ പറഞ്ഞിട്ടൊക്കെ ശരിയായിട്ടുള്ള ആശയങ്ങളാണ്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് ഈ ദുനിയാവിൽ അമലെടുക്കുമ്പോൾ മനസ്സിലല്ലേ, ആ അമലിൽ നമ്മൾക്ക് എയിമാക്കേണ്ടത് ആരെയാണ്? പരലോകത്തെയാണ്. പക്ഷേ പലപ്പോഴും ദുനിയാവിൽ നമ്മളുടെ നീയത്ത് ഉടക്കി നിൽക്കും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇന്നമൽ അമാല് ബിന്നിയാത്തല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബി വന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നൽകി. അറാബികൾ അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും ബാദിയയിൽ നിന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗംഭീരമായിട്ട് എന്ത് ചെയ്യും? അവർക്ക് അതിന് പ്രതിഫലം നൽകും. അപ്പോൾ അറാബികൾക്ക് അതറിയാം, അതുകൊണ്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അറാബി വന്നിട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നബി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഉടനെ പറയാണ്,
എനിക്കൊരു നല്ല ഒരു ഒട്ടകത്തിനെ തരണം, പിന്നെ എൻ്റെ കുടുംബത്തിന് ആനൂസ് കുറച്ച് ആടുകളെ തരണം, അതും കറവുള്ള ആടുകൾ. എന്നാൽ എൻ്റെ കുടുംബത്തിന് ഇനി അതിൻ്റെ കറവ് എടുത്തിട്ട് ജീവിക്കാം. അപ്പോൾ അദ്ദേഹം ഇത് പറയാണ്. അപ്പോൾ സഹാബികളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ ആ പ്രതികരണത്തിന് അയാൾക്കത് നൽകി. പക്ഷേ സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവിടെ ഉത്ബോധിപ്പിച്ചു. ഇസ്രായേലിയരിൽ ഒരു അജൂസ ഉണ്ടായിരുന്നു. ആ അജൂസയുടെ മനസ്സായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾക്കത് വരുന്നില്ല എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ സാഹബത്ത് വെച്ച് എന്താണ് അജൂസൻ്റെ കാര്യം? അപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനാസ കൊണ്ടുപോകുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിയരെയും കൊണ്ട് സമുദ്ര മാർഗ്ഗേണ ചലിക്കുമ്പോൾ രക്ഷപ്പെടാൻ പോകുമ്പോൾ വഴി തെളിയുന്നില്ല. അപ്പോൾ വഴി തെളിയാത്തത് എന്ത് എന്ന വിഷയത്തിൽ പുരോഹിതന്മാർ പറഞ്ഞു, നമുക്ക് പോകാൻ കഴിയില്ല, കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനാസയും കൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അറിയിപ്പുണ്ട്. അപ്പോൾ ആർക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനാസ എവിടെയാണ് അടക്കം ചെയ്തത്? അപ്പോൾ അതൊരു അജൂസ് ബനി ഇസ്രായേലിലെ ഒരു അജൂസ് ഉണ്ട്, അവർക്ക് അറിയാമെന്ന് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തേടി ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ മഹദി പറയാണ്, ഹത്താത്തു തിയനി ഹുക്മി, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, അത് നിങ്ങൾ തന്നാൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാണ്. അപ്പോൾ വമാ ഹുക്മിക്ക്, എന്താ നിങ്ങൾക്ക് ആവശ്യം? മൂസ ചോദിക്കുകയാണ് അലൈഹിസ്സലാം. അപ്പോൾ പറയാണ്, അൻ അക്കൂന മാക ഫിൽ ജന്ന, മാക ഫിൽ ജന്ന, അൻ അക്കൂന മാക ഫിൽ ജന്ന, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഇടം കാണണം. അതാണ് ആജൂസിൻ്റെ ആഗ്രഹം. ഉണ്ടോ? അവർക്ക് എന്തും ചോദിക്കാം. പ്രത്യേകിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടിയാൽ അവർക്ക് എന്തും അള്ളാഹുന്നായിരിക്കും. പക്ഷേ അവർക്ക് ദുനിയാവ് ഒന്നൊന്നല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് അൻ അക്കൂന മാക ഫിൽ ജന്ന, മൂസ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ എനിക്ക് ആവണമെന്നാണ്. അപ്പോൾ അത് മൂസാക്ക് കൊടുക്കാൻ പറ്റിയ വിഷയമല്ലല്ലോ. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അവർക്ക് അവരുടെ ഹുക്കുമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ ഇടം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മൾ ഈ ദുനിയാവിൽ നമ്മളുടെ ലക്ഷ്യം അതെന്തായിരിക്കണം? അത് ഈ ദുനിയാവിലെ എന്തെങ്കിലും തടയുക എന്നുള്ളതാകാൻ പാടുള്ളതല്ല. നമുക്ക് ആഖിറത്ത് അത് ലഭിക്കുക എന്നുള്ളതാണ്. ഈ നബിമാർ അതാണ് ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് തുടങ്ങിയ നബിമാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. അവരുടെ കർമ്മങ്ങളിൽ ഈ ഐഹിക ജീവിതത്തിൽ അവർ ഈ ദിക്റദ്ദാർ ആഖിറത്തിനെ ഓർക്കുക എന്നുള്ളത് അതിൽ ഖാലിസത്ത്, അത് അവർക്ക് നിഷ്കളങ്കമായിരുന്നു, അത് വളരെ കണിശവും കൃത്യവുമായിരുന്നു. അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അഖ്ലസ്നാഹും, അള്ളാഹു പറയണം, നാം അവരെ എന്ത് ചെയ്തു? നമുക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ, നമുക്ക് വഴിപ്പെടുന്നതിൽ, നമ്മുടെ കൽപ്പന അനുസരിക്കുന്നതിൽ, അതേപോലെ നമ്മുടെ വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൊക്കെ എന്ത് ചെയ്തു? ജഅൽനാഹും ഖാലിസീൻ, അവർ കാപട്യമില്ലാതെ കളങ്കമില്ലാതെ പ്രവർത്തിക്കുന്നവർ ആക്കി നാം അവരെ തിരഞ്ഞെടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് മഹാഭാഗ്യമാണ് ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഈ രീതിയിൽ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. മനസ്സിലായി? അതാണ് അള്ളാഹു അവർക്ക് നൽകിയ പ്രതിഫലം. ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. തയ്യിബ്. അള്ളാഹു പറയുന്നത്, വ ഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ. വ ഇന്നഹും, തീർച്ചയായും അവർ, ഇൻദന നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈൻ, മുസ്തഫൈൻ എന്ന് പറഞ്ഞെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, മുസ്തഫൈൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അൽ അഖ്യാർ എന്ന് പറഞ്ഞാൽ വിശിഷ്ടർ, ഖൈർ അഖ്യാർ, ഖൈർ അതിന് ബഹുവചനം അഖ്യാർ, വിശിഷ്ടർ, വിശിഷ്ടരായ, അതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട, അള്ളാഹുവിങ്കൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പെട്ടവർ ആയിരുന്നു. ഇന്നഹു, അള്ളാഹു അത് തീർച്ചപ്പെടുത്തി പറയാണ്, ഇന്നഹു ല, അതൊക്കെ തൗക്കീദിൻ്റെയാണ്. വ ഇന്നഹും ഇൻദന, തീർച്ചയായും അവർ നമ്മുടെ അടുക്കൽ, ലമിനൽ മുസ്തഫൈൻ അൽ അഖ്യാർ. ഇവിടെ മുസ്തഫൈൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ? റിസാലത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതേപോലെ നുബൂവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതേപോലെ തന്നെ സ്വർഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ. വഇന്നഹും ഇൻദന ലമിനൽ മുസ്തഫൈൻ അൽ അഖ്യാർ. വദ്കുർ ഇസ്മാഈല വൽയസഅ വദൽ കിഫ്ൽ വകുല്ലു മിനൽ അഖ്യാർ. നമുക്ക് വൽയസഉം ദുൽകിഫ്ലൊക്കെ കുറിച്ച് പറയേണ്ട ചരിത്രമാണ്. പിന്നെ വദ്കുർ ഇസ്മാഈൽ, അള്ളാഹു ഇവിടെ പറയാണ്, വദ്കുർ, താങ്കൾ ഓർക്കുക, ഇസ്മാഈലിനെ. ഇസ്മാഈൽ അലൈഹിസ്സലാം, ഈ ബൈബിളിൻ്റെ ഭാഷയിൽ യശ്മഈൽ എന്ന് പറയും. യശ്മഈൽ
പിന്നെ ഇജാബത്തുള്ള അല്ലെങ്കിൽ സമഉള്ള എന്നർത്ഥമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട് ഉത്തരം നൽകിയ വ്യക്തിത്വം എന്ന അർത്ഥത്തിൽ ആണ് ആ പിന്നെ പേരിൻ്റെ ഒരു അർത്ഥമായിട്ട് പറയപ്പെടുന്നത്. അന്നത്തെ ഭാഷയിൽ BC 1910 ഇസ്മായിൽ ഭൂജാതനായി എന്നാണ് തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്. ചില തഫ്സീറുകളിൽ നമ്മൾ പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് ആരാ? മാതാവ് ഹാജർ. അവരുടെ അസൽ എന്താണ്? അവർ ഹാജർ ഖിബ്തിയ്യത്താണ്. ഖിബ്തിയ്യത്ത് എന്ന് പറഞ്ഞെങ്കിൽ അവർ ഈജിപ്തുകാരിയാണ്. ഫറോവൻ്റെ അന്നത്തെ ഭരണാധികാരിയായ ഫറോവൻ്റെ മക്കളിൽപ്പെട്ടവരാണ് ഹാജർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും സാറയും ഈജിപ്തിൽ പോയപ്പോൾ അന്നത്തെ ഫിർഔൻ പിന്നെ അവിടെ കൊട്ടാരത്തിൽ ഇവരെ കൊട്ടാരത്തിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. മനസ്സിലായില്ലേ? ഈ സാറ അലൈഹി സ്വലാത്തു വസ്സലാം അതീവ സുന്ദരിയായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയോടൊപ്പം സാറ ഈജിപ്തിലെത്തിയപ്പോൾ പിന്നെ ഈ ഫറോവൻ അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അന്നത്തെ ഫറോവൻ ഈജിപ്തിൻ്റെ ഭരണാധികാരി. അയാളൊരു ഭയങ്കര ജബ്ബാറായിരുന്നു എന്നാണ്, ഭയങ്കര പോക്കിരിയായിരുന്നു, അതിദുഷ്ടനായിരുന്നു എന്നാണ്. പക്ഷേ പിന്നെ ഈ സാറയെ പിന്നെ കവർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സാറ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് ഈ ദുഷ്ടനെതിരിൽ. അള്ളാഹുവെ, ഞാൻ നിന്നെ വിശ്വസിച്ചു. അവർ ഒതു ചെയ്ത് നിസ്കരിക്കാൻ നിന്നിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നതാണ്. ഞാൻ നിന്നെ വിശ്വസിച്ചു, നിൻ്റെ റസൂലിനെ വിശ്വസിച്ചു, പിന്നെ അതുകൊണ്ട് നീ ഈ പിന്നെ ദുഷ്ടനിൽ തന്നെ കാക്കണമേ എന്ന അർത്ഥത്തിൽ ദുആ ചെയ്യുന്നുണ്ട് സാറ അലൈഹി സ്വലാത്തു വസ്സലാം. അതോടുകൂടി പിടിക്കാൻ ആഞ്ഞ കൈ അയാളുടേത് പിന്നെ ചൂളിപ്പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും പിന്നെ അങ്ങനെ 1-2 തവണ ശ്രമങ്ങൾ നടത്തി. പക്ഷേ സാറയിൽ ഒരു പിന്നെ ഈ പ്രത്യേകത കണ്ട പിന്നെ ആ ഭരണാധികാരി പിന്നെ ഇവരെ ഫ്രീ ആക്കി വിടുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ സാറയെ വിടുകയാണ്. അവിടെ കുറേ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നൽകിയ ഒരു പിന്നെ ഖാദിമത്താണ്, ഒരു സേവകയായിട്ട് പരിചാരികയായിട്ട് നൽകിയ വ്യക്തിയാണ് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം. സാറ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഹാജറിനെ സാറ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ സമ്മാനിച്ചു. അങ്ങനെ ഹാജർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇവരിലുണ്ടായ മകനാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. കനാനിലാണ് പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂജാതനാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വദ്കുർ ഇസ്മായിൽ, ഇസ്മായിലിനെയും ഓർക്കുക എന്നാണ്. ഏത് വിഷയത്തിൽ? ക്ഷമൻ്റെ വിഷയത്തിൽ. വസ്ബിർ അലാ മാ യഖൂലൂൻ വദ്കുർ അബ്ദനാ ദാവൂദ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വദ്കുർ ഇസ്മായിൽ, ഇസ്മായിലിനെയും ഓർക്കുക എന്നാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമയുടെ വിഷയത്തിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ക്ഷമ കൂടുതലായിട്ട് നമ്മൾ വായിക്കുന്നത്? ബലിയുടെ വിഷയത്തിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പിന്നെ വാപ്പ, നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് ചെയ്തുകൊള്ളുക, നിങ്ങൾക്ക് എന്നെ ക്ഷമാലുക്കളിൽ കാണാം എന്നാണ്. അത് ഒരു വർത്തമാനം മാത്രമല്ല. നമ്മൾ പിന്നെ ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടുണ്ട്, പിന്നെ അബു തുഫൈലിൽ നിന്നുള്ള ഒരു നിവേദനം. അതിൽ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെ ബലിദാനത്തിന് കൊണ്ടുപോകുമ്പോൾ പിന്നെ ജംറത്തുൽ അഖബയുടെ അടുക്കലെത്തി. അപ്പോൾ അവിടെ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ഷെയ്ത്താൻ. അപ്പോൾ 7 കല്ലെറിഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ത്താനെ ദൂരപ്പെടുത്തി. പിന്നെ ജംറത്തുൽ വുസ്തയിൽ എത്തി. വുസ്തയിലാണ് പിന്നെ ഇസ്മായിലിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിക്കുന്നത്. അങ്ങനെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, നെറ്റിയിലാണല്ലോ കിടത്തുന്നത്. അത് ഇസ്മായിൽ പറഞ്ഞിട്ടാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ കാണാം. വാപ്പനോട് പറയാണ്, വാപ്പ നിങ്ങളെന്നെ നെറ്റിയിൽ കമഴ്ത്തി കിടത്തുക, കാരണം നിങ്ങൾ മലർത്തി കിടത്തിയിട്ട് അറക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. മനസ്സിലായി? അങ്ങനെ കിടത്തിയെന്നാണ്. കിടത്തിയപ്പോഴാണ് പറയുന്നത്, വാപ്പ ഞാൻ ഒരു വസ്ത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളെന്നെ ഈ വസ്ത്രം അഴിച്ചിട്ട് അറക്കുക, കാരണം ഈ വസ്ത്രത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ എന്നെ കഫൻ ചെയ്തിട്ട് മറമാടാം എന്ന് പറയണം.
അപ്പോൾ നെറ്റിയിൽ കിടത്തി ആ സന്ദർഭത്തിൽ ഈ വസ്ത്രം അഴിക്കുമ്പോഴാണ്, അതും ഇസ്മായിൽ പറഞ്ഞിട്ടാണ് അയക്കുമ്പോഴാണ് പിന്നെ വിളി വരുന്നത്. അനിയ ഇബ്രാഹിം അത് സദ്ദഖ്ത റുയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വപ്നം സാക്ഷാത്കരിച്ചു, സത്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി. പിന്നെ ആടിനെ ഇറക്കിയിട്ട് പിന്നെ അവിടെ ഫിദിയയായിട്ട് നൽകാൻ പറയുന്നത്, മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമയെയും സഹനത്തെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആ കൽപ്പന പ്രയോഗവൽക്കരിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹനവും. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വദ്കുർ ഇസ്മായിൽ എന്നുള്ള ഈ ഒരു വിഷയം പറയുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ വദ്കുർ ഇബാദന ഇബ്രാഹിമ വ ഇസ്ഹാഖ് വ യാഖൂബ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് ഇസ്ഹാഖ് അല്ലേ? ഇസ്ഹാക്കിൻ്റെ മകനാണ് ആര്? യാക്കൂബ്. ഈ കോർവയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിനെ പറഞ്ഞില്ല. വദ്കുർ ഇബാദന ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ്. ഇസ്മായിലാണ് മൂത്ത മകൻ, ഇസ്മായിലിനെ പറഞ്ഞില്ല. പിന്നെയോ അവിടെ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരെ പറഞ്ഞ് ഇസ്മായിലിനെ വേറെ പറഞ്ഞു. എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൂത്ത മകനാണ് ഇസ്മായിലിനെ ഇവിടെ പറയാതെ ഇസ്ഹാഖിനെ പറഞ്ഞു, പേരമകൻ യാക്കൂബിനെയും പറഞ്ഞു? എന്തിനാണ് ഇസ്മായിലിനെ ഇവിടെ മാറ്റി പ്രത്യേകം പറഞ്ഞത്? അത് ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? ക്ഷമയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഇവിടെ അനുസ്മരിക്കണം? ഇസ്മായിലിനെ അനുസ്മരിക്കുന്നത്. ആ വിഷയത്തിൽ ഇസ്മായിൽ പ്രത്യേകം എന്താണ് പറയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം പ്രത്യേകം സ്മരിക്കപ്പെടാനും ക്ഷമയിൽ പ്രത്യേകം ഓർത്ത് അനുധാവനം ചെയ്യപ്പെടാനുമുള്ള ഒരു വ്യക്തിത്വമാണ് എന്നതിനാലാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇസ്മായിലിനെ പ്രത്യേകം വേറെ തന്നെ അനുസ്മരിക്കുകയുണ്ടായത് എന്നാണ് തഫ്സീറുകളിൽ പറയുന്നത്. വദ്കുർ ഇസ്മായിൽ. ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും ഇതേപോലെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ? ഇസ്ഹാക്കിനെ പറയും, യാക്കൂബിനെ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വ വഹബ്നാ ലഹു ഇസ്ഹാഖ് വ യാക്കൂബ നാഫില. വ വഹബ്നാ ലഹു, ഇബ്രാഹീമിന് നാം ദാനമായി നൽകി ഇസ്ഹാക്കിനെ വ യാക്കൂബിനെയും നാഫിലത്ത് എന്നാണ്. നാഫിലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പാരിതോഷികമായി ഏറെയായിട്ട് എന്നാണ്. വമിൻ വറാഇ ഇസ്ഹാഖ് യാക്കൂബ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ സൂറത്ത് അൻആമിൽ 18 നബിമാരെ കുറിച്ച് പറയുമ്പോൾ വതിൽക ഹുജ്ജത്തുന ആതൈനാഹ ഇബ്രാഹിം അല ഖൗമിഹി നർഫഉ ദറജാത്തിൻ മൻ നശാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അതിൽ വ വഹബ്നാ ലഹു ഇസ്ഹാഖ വ യാക്കൂബ് കുല്ലൻ ഹദൈന വ നൂഹൻ ഹദൈന മിൻ ഖബൽ വമിൻ ദുർരിയതിഹി ദാവൂദ വ സുലൈമാന വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇസ്ഹാഖ വ യാക്കൂബ് ഇതല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച അതേ നാളിൽ തന്നെ ഇസ്ഹാക്കിന് യാക്കൂബ് കുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വല്യാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിവാഹിതനായിട്ട് മക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വല്യാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പേരക്കുട്ടി വലുതാകുക, പിന്നെ വിവാഹിതനാകുക, അയാൾക്ക് സന്തതികൾ പിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാപ്പാക്ക് കൺകുളിർമ എന്നതുപോലെ തന്നെ ആർക്കും കൂടി കൺകുളിർമയും സന്തോഷമാണ്, വല്യാപ്പാക്കും കൂടി കൺകുളിർമയും സന്തോഷമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദാനമായി നൽകി ഇസ്ഹാക്കിനെ എന്ന് പറയുമ്പോൾ കൂടെ യാക്കൂബിനെയും പിന്നെ ഇങ്ങനെ ചേർത്ത് പറയുന്നത് എന്നീ ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമ്മൾ വായിക്കും. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം, ഇവിടെ ഇസ്മായിൽ എന്തുകൊണ്ട് പ്രത്യേകം എടുത്ത് പരാമർശിക്കപ്പെട്ടു, ഈ കോർവയിൽ പറയപ്പെടാതെ എന്നുള്ളതാണ്. അത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമയുടെ വിഷയത്തിൽ ഒരു മഹാത്ഭുതമാണ് എന്നുള്ള വിഷയം പിന്നെ വായിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ഇതിൻ്റെ ഒരു വിഷയങ്ങൾ കുറച്ചുകൂടി പറയാം ഇസ്മായിലുമായി ബന്ധപ്പെട്ട്. പിന്നെ അതേപോലെ ഈ അലിയസ ദൽകിഫിൽ തുടങ്ങിയ പ്രവാചകന്മാർ, ദുൽകിഫിൽ പോലുള്ള പ്രവാചകന്മാരുടെ വിഷയമുണ്ട്. ഇസ്മായിലിൻ്റെ സന്താന പരമ്പരയിലാണ് ആര്? അറബികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ. അതേപോലെ തന്നെ ഇസ്ഹാക്കിൻ്റെ സന്താന പരമ്പരയിലാണ് പിന്നെ ഇസ്രായേലിയർ. ചില വിഷയങ്ങൾ നമുക്ക് പറയാണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് തുടർത്തി ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.